നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ബ്ലൗസിൽ ചെയ്ത കുറച്ച് ആരി വർക്കിൻ്റെ ഡിസൈൻസ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനൊരു 2-3 ബ്ലൗസിൽ ഞാൻ ചെയ്തു ആരി വർക്ക്. അപ്പോൾ അതൊന്ന് കാണിക്കാനാണ്. ഞാൻ ആരി വർക്ക് പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ് ആരി വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ചെയ്തതാണ്. എൻ്റെ ഒരു 1, 2, 3, 4, 5 ബ്ലൗസേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ വർക്കുകളാണ്, എങ്ങനെയൊക്കെയുള്ള വർക്കുകളാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് ബ്ലൗസ് ഇതാണ്. ഞാൻ ഫസ്റ്റ് ബ്ലൗസിൻ്റെ ഇതൊരു പഫ് സ്ലീവിൻ്റെ ബ്ലൗസാണ്. ഞാനിത് ബ്ലൗസ് തച്ച ബ്ലൗസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇതേ കണ്ടോ, ഈ ബ്ലൗസിൻ്റെ സ്ലീവിൽ ഞാൻ ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തേക്കുന്നത്. ആദ്യമേ ബോർഡർ കൊടുത്തു, പിന്നെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തു, പിന്നെ ഇങ്ങനെ ഞാൻ രണ്ട് കയ്യിൽ സ്ലീവിൽ ഇങ്ങനത്തെ വർക്കാണ് കൊടുത്തത്. പിന്നെ നെക്കിൽ ഞാൻ വലുതായിട്ടൊന്നും കൊടുത്തില്ല. സ്ലീവിൽ ഇത്രയും വർക്ക് കൊടുത്തത് കൊണ്ട് പിന്നെ നെക്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഈ ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫ്രണ്ടിൽ ഇങ്ങനെ ഹാഫ് കൊടുത്തു. ഇതാണ് സ്ലീവിലാണ് മെയിനായിട്ട് ഞാൻ വർക്ക് കൊടുത്തത്. ഇതാണ് ഫസ്റ്റ് ബ്ലൗസ്. നമുക്കിനി അടുത്ത ബ്ലൗസ് കാണാം. അടുത്തത് ഒരു ഗ്രീൻ കളറിൻ്റെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൻ്റെ ബ്ലൗസാണ്. അതിൻ്റെ സ്ലീവിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്കിൽ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്കിൽ ഞാൻ ഇങ്ങനൊരു വർക്കാണ് കൊടുത്തത്. ഇങ്ങനൊരു വർക്കാണ് കൊടുത്തത്. അതിൻ്റെ നെക്കിൽ മാത്രമേ കൊടുത്തുള്ളൂ. സ്ലീവിൽ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടായതുകൊണ്ട് പിന്നെ കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ഇതാണ് രണ്ടാമത്തെ ബ്ലൗസ്. ഇങ്ങനെ അടുത്ത ബ്ലൗസിൻ്റെ കാണാം. അടുത്തതൊരു ഗോൾഡൻ ബ്ലൗസാണ്. ഗോൾഡൻ ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇങ്ങനെ വർക്ക് ഉള്ളതാണ് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് സ്ലീവിൽ വർക്ക് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇതിൻ്റെ നെക്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വർക്കാണ് കൊടുത്തത്. ഇതേ കണ്ട, ഇത് ഫ്രണ്ട് സൈഡ്. ഫ്രണ്ടിൽ ഹാഫ് കൊടുത്താൽ മതിയല്ലോ. ഒരു സൈഡിൽ നമ്മുടെ സാരി വരുന്നില്ല, അപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രം കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു പീക്കോക്കിൻ്റെ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പം ഇതാണ് വേറൊരു ബ്ലൗസ്. ഇതിൻ്റെ പീക്കോക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമേ കൊടുത്തുള്ളൂ. കാരണം നമ്മൾ സാരി ഇടുമ്പോഴത്തേന് ആ ഒരു സൈഡ് മറയുമല്ലോ. അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രം ഞാനിങ്ങനെ ഒരു പീക്കോക്കിനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു കുറച്ച് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് വേറൊരു ബ്ലൗസ്. അടുത്തത് ഒരു ബ്ലൂ അല്ല, വയലറ്റ് അങ്ങനെ പറയാം. ഇത് ഞാൻ സ്ലീവിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇങ്ങനെ സ്ലീവിൽ ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തു. നെക്കിൽ വലുതായിട്ട് കൊടുത്തിട്ടില്ല, അങ്ങനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്ക് സൈഡ് ഇത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സിമ്പിളായിട്ട്, എനിക്കിത് സിമ്പിളായിട്ട് മതിയെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടേ കൊടുത്തുള്ളൂ. സ്ലീവിൽ ഇങ്ങനെ ഒരു വർക്ക്. പിന്നെ ഒരു ഓറഞ്ച് കളറുള്ള ബ്ലൗസ്. അതിൻ്റെ സ്ലീവിൽ ഇങ്ങനത്തെ ഒരു വർക്ക്, ഇങ്ങനത്തെ ഒരു വർക്ക്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു വർക്ക് കൊടുത്തു. ഇങ്ങനത്തെ ഒരു വർക്ക്. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ ബ്ലൗസിൽ ചെയ്തത്. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നെക്കിൽ ചെയ്ത വർക്കിൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സമയമെടുത്താണ് ഞാൻ ഇതോട് ചെയ്തത്. ഇതാണ് എനിക്ക് ബ്ലൗസിലെ നെക്കിൽ ചെയ്തത് ഇഷ്ടപ്പെട്ടത്. പിന്നെ സ്ലീവിൽ ചെയ്ത് ഇത് എനിക്കിഷ്ടപ്പെട്ടത്. ഇങ്ങനെ പഫ് സ്ലീവിൻ്റെ
ഇത്രയാണ് ഞാൻ ചെയ്തത്. ഇനി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനായിട്ടൊക്കെ ഞാൻ കുറച്ച് സ്റ്റോൺസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മീഷോന്ന് കുറച്ച് സ്റ്റോൺസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ആ സ്റ്റോൺസ് ഞാൻ ഇതിനകത്ത് ഷോർട്സിലിടാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആർക്കെങ്കിലും സ്റ്റോൺസ് മേടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാം. കുന്തൻ സ്റ്റോൺസ് ആണ് ഇത്. കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് അതിൻ്റെ നടുക്കത്ത് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അല്ലാത്ത സ്റ്റോൺസ് വെച്ചിട്ട് മുത്തും സ്റ്റോൺസ് അല്ലാത്തതൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്തത്. ഈ നടുക്ക് ഈ ചെയ്തേക്കുന്നത് കുന്തൻ സ്റ്റോൺസ് ആണ്. ബാക്കിയുള്ളതിനകത്തൊക്കെ ഞാൻ കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ബ്ലൗസിൽ വർക്ക് ചെയ്തത്. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യും. ആർക്കും വെളിയിലങ്ങ് ആർക്കും ചെയ്തൊന്നും കൊടുക്കത്തില്ല. എല്ലാം ചെയ്ത് കൊടുക്കാതിരിക്കും അല്ലേ, എന്തോ. ഞാൻ പക്ഷെ ആർക്കും ചെയ്ത് കൊടുത്തില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, എനിക്കൊരു പേടിയാണ്. നമ്മുടെ ബ്ലൗസിലൊക്കെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എന്തെങ്കിലും കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ആർക്കെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ വഴക്കങ്ങളും പറഞ്ഞാലോ ഒരു പേടി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുറത്തൊന്നും ആർക്കൊന്നും ചെയ്ത് കൊടുക്കുന്നത്. ശരിയായിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത്രയാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ലീവിൻ്റെ കണ്ട ഇങ്ങനെ ഇങ്ങനെ ഇത് ഒരു പ്രത്യേകതയായിട്ട് ചെയ്തതാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ബാക്കിൽ പക്ഷേ ചെയ്തില്ല. ബാക്കിൽ ഇങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇത് എനിക്കിഷ്ടപ്പെട്ടതാണ്. ഇത് ഒരുപാട് ഞാൻ ഈ ബ്ലൗസ് വർക്ക് ചെയ്തിട്ട് ഇട്ടു. ഒരുപാട് പേരിന് ഇത് താരിഫ് ചെയ്തതാണ്. താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രീസിയേഷൻ. ഇങ്ങനത്തെ വർക്ക്. ഇത്രയാണ് ഞാൻ എൻ്റെ ബ്ലൗസിൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ ഇങ്ങനെ വീട്ടിലെ ചുമ്മാതൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ബ്ലൗസിൽ വർക്ക് ചെയ്തത്. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കി പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളും ഒക്കെ മേടിച്ച് സമയം വേണം, ക്ഷമയും വേണം. ഒരുപാട് സമയം എടുക്കും, നല്ല ക്ഷമയും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് സമയം ഉണ്ടായിരുന്നു, ക്ഷമയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും വർക്കൊക്കെ നമ്മൾ ഇത് കണക്കൊരു വർക്ക് നമ്മളിപ്പോൾ പുറത്ത് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ പറയാം എത്ര രൂപയാവും എന്ന് പറ. സിമ്പിൾ ഇത്രയും വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടേക്ക് ഒരു 1000 രൂപയോളാവും. ഇത്രയും ചെയ്യണമെങ്കിൽ, ഇത്രയും വരെ ചെയ്യണമെങ്കിലും ആവും 1000 രൂപ. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താൽ നമുക്ക് ആ പൈസ ലാഭിച്ചൂടെ? നെക്കിൽ ഇത്രയും വർക്ക് ചെയ്യുന്നതിന് നല്ല പൈസയാണ്. ഇവിടെയൊക്കെ നിന്നുണ്ടെങ്കിൽ നല്ല പൈസയാണ്. നാട്ടിലെ റേറ്റൊന്നും എനിക്കറിയത്തില്ല, നാട്ടിലൊന്നും ഞാൻ ചെയ്തിച്ചിട്ടില്ല. ഇവിടെയൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല പൈസയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം പണിയും ഉണ്ടേ. നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും എത്രത്തോളം പണിയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും